പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. മനുഷ്യ മനസ്സെന്നത് അളവറ്റ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒരു വലിയ കടലാണ്. അതിൽ എപ്പോഴാണ്, ആരോടാണ്, എങ്ങനെയാണ് തീവ്രമായ ഒരു അനുരാഗമോ പ്രിയമോ ഉടലെടുക്കുന്നത് എന്ന് കൃത്യമായി പ്രവചിക്കുക അസാധ്യമാണ്. പലപ്പോഴും ഭൗതികമായ ആകർഷണങ്ങൾക്കപ്പുറം രണ്ട് മനസ്സുകൾ തമ്മിലുണ്ടാകുന്ന ഒരു അപൂർവമായ ആത്മബന്ധമാണ് യഥാർത്ഥ ഇഷ്ടമായി മാറുന്നത്. ഇത്തരത്തിൽ മനസ്സുകൊണ്ട് ഒരാളോട് തോന്നുന്ന സത്യസന്ധമായ ഇഷ്ടം അത്ര പെട്ടെന്ന് ഇല്ലാതാകാൻ കഴിയില്ല. സാഹചര്യങ്ങൾ മാറാം, കാലങ്ങൾ കടന്നു പോകാം, മനുഷ്യർ ദൂരെയാകാം. എന്നാൽ മനസ്സിൽ പാകപ്പെട്ട ആ രൂപം അല്ലെങ്കിൽ ആഴത്തിലുള്ള ആ അനുഭൂതി ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. വാസ്തവത്തിൽ മനുഷ്യന്റെ യുക്തിചിന്തകൾക്കും അപ്പുറത്താണ് വികാരങ്ങൾ നിലകൊള്ളുന്നത്. മനുഷ്യൻ സാധാരണയായി കാര്യങ്ങളെ സമീപിക്കുന്നത് യുക്തിയുടെയും ബുദ്ധിയുടെയും വെളിച്ചത്തിലാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹമോ ഇഷ്ടമോ കടന്നു വരുമ്പോൾ അവിടെ യുക്തി തോറ്റുപോകുന്നു. തനിക്ക് ചുറ്റുമുള്ള ലോകം എന്തൊക്കെ തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും, എന്തെല്ലാം പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വന്നാലും മനസ്സിൽ സൂക്ഷിക്കുന്ന ഇഷ്ടത്തിനായിരിക്കും എപ്പോഴും പ്രഥമ പരിഗണന ലഭിക്കുന്നത്. മറ്റെല്ലാ സുഖസൗകര്യങ്ങളെക്കാളും നേട്ടങ്ങളെക്കാളും വലുതായി സ്നേഹിക്കുന്ന വ്യക്തിയുടെ സാമീപ്യവും ഓർമ്മകളും മാറുന്നു. തനിക്ക് സംഭവിക്കാനിടയുള്ള നഷ്ടങ്ങളെപ്പോലും വകവയ്ക്കാതെ പ്രിയപ്പെട്ടവർക്കായി നിലകൊള്ളാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നത് ഈ ആഴത്തിലുള്ള വികാരമാണ്. ഇവിടെ ഇഷ്ടമെന്നത് വെറുമൊരു തോന്നലല്ല, മറിച്ച് ജീവന്റെ തന്നെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. പെറ്റമ്മ പറഞ്ഞാലും മറക്കാൻ കഴിയാത്ത ഇഷ്ടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈകാരികമായ ഒരു വലിയ സത്യത്തെയാണ് വിളിച്ചോതുന്നത്. ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും നിസ്വാർത്ഥവും പരിശുദ്ധവുമായ സ്നേഹം അമ്മയുടേതാണ്. അങ്ങനെയുള്ള അമ്മയുടെ വാക്കുകൾ പോലും ചില സമയങ്ങളിൽ കേൾക്കാതിരിക്കാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ അമർന്നിരിക്കുന്ന പ്രണയത്തിന്റെയോ ഇഷ്ടത്തിന്റെയോ തീവ്രതയാണ്. ഇത് അമ്മയോടുള്ള സ്നേഹക്കുറവോ ആദരവില്ലായ്മയോ കൊണ്ടല്ല സംഭവിക്കുന്നത്, മറിച്ച് മനസ്സിൽ വേരൂന്നിപ്പോയ ആ ഇഷ്ടം വ്യക്തിയുടെ സ്വന്തം നിയന്ത്രണത്തിലും അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. യഥാർത്ഥ ഇഷ്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സുഖസമൃദ്ധിയിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല എന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളിലാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ തിളക്കം വ്യക്തമാകുന്നത്. എത്രയൊക്കെ കഷ്ടപ്പാടുകളും വേദനകളും ദുരന്തങ്ങളും ജീവിതത്തിൽ ഉണ്ടായാലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊപ്പം നിൽക്കാനോ അവരെ ഓർമ്മയിൽ സൂക്ഷിക്കാനോ മനുഷ്യൻ തയ്യാറാകുന്നു. ഈ ത്യാഗ മനോഭാവമാണ് സ്നേഹത്തെ മഹത്തരമാക്കുന്നത്. വേദനകളെ പോലും പുഞ്ചിരിയോടെ നേരിടാനും ലോകം മുഴുവൻ എതിർക്കുമ്പോഴും സ്വന്തം ഇഷ്ടത്തിൽ ഉറച്ചു നിൽക്കാനും ഒരുവന് കരുത്ത് നൽകുന്നത് ഹൃദയത്തിൽ തട്ടി അനുഭവിക്കുന്ന ഈ തീവ്രമായ വികാരമാണ്. അത് മനുഷ്യനെ കൂടുതൽ സഹിഷ്ണുതയുള്ളവനും സ്നേഹനിധിയുമാക്കുന്നു. ബാഹ്യമായ സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഉപദേശങ്ങൾ കൊണ്ടോ ഒരാളുടെ മനസ്സിലെ സത്യസന്ധമായ ഇഷ്ടത്തെ മാറ്റിയെടുക്കാൻ കഴിയില്ല. നിർബന്ധപൂർവം മാറ്റാൻ ശ്രമിച്ചാൽ അത് ആ വ്യക്തിയുടെ ഉള്ളിലെ സന്തോഷത്തെയും ജീവനെയും തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. കാലത്തിന്റെ പ്രവാഹത്തിൽ പലതും മാഞ്ഞു പോകാമെങ്കിലും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കുറിക്കപ്പെട്ട ചില ഇഷ്ടങ്ങൾ അവസാന ശ്വാസം വരെ മായാതെ നിൽക്കും. സത്യസന്ധമായ സ്നേഹം എന്നത് ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അതിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെങ്കിലും ആ ഇഷ്ടം തന്നെയാണ് ഏതൊരു മനുഷ്യനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഊർജവും. അതെ, യഥാർത്ഥ ഇഷ്ടവും സ്നേഹവും ജീവിതത്തിന്റെ കരുത്താണ്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സ്നേഹത്തിന് കഴിയുമെന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയ സൗഹൃദങ്ങളെ, ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.